ചെന്നൈ മൈലാപ്പൂരിലെ കൽപ്പന ഹൗസ് എന്ന ബംഗ്ലാവിൽ തിങ്കളാഴ്ച കാലിത്തൊഴുത്തിൽ പിറന്നവനെ കരുണ നിറഞ്ഞവനെ എന്ന പാട്ട് കേട്ടില്ല. ആ പാട്ട് കേട്ട് എന്നും ഉണരുന്ന അതിൻ്റെ സൃഷ്ടാവ് KJ ജോയി തിങ്കളാഴ്ച ഉണർന്നില്ല. കട്ടിലിന് തൊട്ടടുത്ത് വച്ചിരുന്ന ഗ്രാമഫോണും ഉണർന്നില്ല. 1/4 നൂറ്റാണ്ടായി ഈ പാട്ട് കേട്ടാണ് ജോയി ഉണരുന്നതും ഉറങ്ങുന്നതും. ലോക മലയാളികൾ ഇത്രത്തോളം ആസ്വദിച്ച മറ്റൊരു ക്രൈസ്തവ ഭക്തി ഗാനവുമില്ല. എന്നാൽ അതിൻ്റെ ഈണം സൃഷ്ടിച്ചത് തൃശ്ശൂർ ആമ്പക്കാടൻ സ്വദേശി KJ ജോയി ആണെന്ന് അറിയുന്നവർ അപൂർവം. അച്ഛൻ്റെ തറവാട്ടിനും വീടിനും മുൻപിലെ വാതിൽപ്പടിയിലിരുന്ന് ജോയി അക്കോർഡിയൻ സംഗീതോപകരണം മീട്ടി നാട്ടുകാരെ അതിശയിപ്പിച്ചിരുന്നു. കേൾക്കാനായി കൂട്ടുകാരും നാട്ടുകാരുമെത്തും. ഉന്നത പഠന മോഹമൊന്നുമില്ലാതെ സംഗീതജ്ഞനാകാനാണ് ജോയി ആഗ്രഹിച്ചത്. വീട്ടുകാർ എതിർത്തില്ല. നാട്ടിലെ ചിലരുമായി ചേർന്ന് ജോയി സംഗീത ട്രൂപ്പ് ഉണ്ടാക്കി. തൃശ്ശൂരിലും സമീപ ജില്ലകളിലും അവസരങ്ങളും കിട്ടി. ഓരോരുത്തരായി ജോലി കിട്ടിയും ഉപരിപഠനത്തിനുമായി പോയതോടെ ട്രൂപ്പ് നിലച്ചു. കൈവശമുണ്ടായിരുന്ന അക്കോർഡിയനുമായി ജോയി ചെന്നൈയിലേക്ക് വണ്ടി കയറി. അവിടെ പലയിടങ്ങളിലും അവസരം തേടിയലഞ്ഞു. അവസാനത്തെ ചില്ലിക്കാശും തീർന്നതോടെ നാട്ടിലേക്ക് മടങ്ങുവാൻ തീരുമാനിച്ച ജോയി തീവണ്ടിക്കൂലിക്ക് കാശില്ലാതെ അലഞ്ഞു. പ്രാണനേക്കാൾ സ്നേഹിച്ചിരുന്ന അക്കോർഡിയൻ വിൽക്കാൻ തീരുമാനിച്ചു. കടയിലെത്തി അക്കോർഡിയൻ വാങ്ങി പണം തരണമെന്ന് അപേക്ഷിച്ചു. കടക്കാരൻ ജോയിയെ കൊണ്ടുപോയത് സംഗീതജ്ഞനായ MS വിശ്വനാഥൻ്റെ മുൻപിലാണ്. ഉപകരണത്തിന് കേടില്ലെന്ന് തെളിയിക്കാൻ MS വിശ്വനാഥൻ ആവശ്യപ്പെട്ടു. ജോയി അക്കോർഡിയൻ വായിച്ചു കാണിച്ചു. MS വിശ്വനാഥൻ ചോദിച്ചു, എന്തിനാണ് ഈ ഉപകരണം വിൽക്കുന്നത്? ജോയി പറഞ്ഞു, ഇവിടെ പണിയൊന്നും ശരിയായില്ല, അതിനാലാണ്. പണവും പണിയും കിട്ടിയാൽ ഇത് വിൽക്കുകയില്ല, നാട്ടിലേക്ക് പോവുകയുമില്ല അല്ലേ? MS ചോദിച്ചു. പോകില്ലെന്നായിരുന്നു മറുപടി. നീ ഇന്നു മുതൽ എൻ്റെ ട്രൂപ്പിൽ അംഗമാണെന്ന് MSൻ്റെ പ്രഖ്യാപനം. വിശ്വനാഥനൊപ്പം കുറേ പാട്ടുകൾ ഒരുക്കിയ ജോയി പിന്നീട് സ്വതന്ത്ര സംഗീത സംവിധായകനായി. നാട്ടിലെ പഴയ ട്രൂപ്പിലെ അംഗങ്ങളെ ചെന്നൈയിലേക്ക് ക്ഷണിച്ച് ട്രൂപ്പിൽ അംഗങ്ങളാക്കി. മലയാള സിനിമാ ശാഖയിൽ പരീക്ഷണങ്ങൾക്ക് തുടക്കമിട്ട ജോയി 71 സിനിമകൾക്ക് ഗാനങ്ങൾ ഒരുക്കി. മിക്കതും ജയൻ്റെ സിനിമകൾക്കായിരുന്നു. എല്ലാം തന്നെ സൂപ്പർ ഹിറ്റുകളായി. പ്രമേഹം മൂർച്ഛിച്ചോടെ സംഗീത രംഗത്തുനിന്നും അകന്നു. വൈകാതെ 2 കാലുകളും മുറിച്ചു മാറ്റി. പിന്നീട് തളർവാദവും പക്ഷാഘാതവും പിടികൂടി. സംസാരവും വ്യക്തമല്ലാതായി.